പഠിച്ചവനാണത്. എല്ലാ രീതിയിലും എൻ്റെ പഠിച്ചവനാണ്. കാരണം എന്നെ സിനിമാ ലോകത്തിന് ശരിക്കും എനിക്ക് ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ തന്നതും സിനിമയിൽ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ആരാധിച്ചിരുന്നൊരു മനുഷ്യനായിട്ട് നമ്മൾ ഇത്രയും വലിയൊരു ആത്മബന്ധം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗ്യമായിരുന്നു. അപ്പോൾ എൻ്റെ എന്ത് കലാരൂപം ഞാനിടുന്ന എന്തും യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കണ്ടാൽ അതിന് കമൻറ്റ് ചെയ്യുന്ന ഒരാൾ, ആദ്യം കമൻറ്റ് ചെയ്യുന്ന മമ്മൂക്കായിരിക്കും. അങ്ങനെയൊക്കെ ഇത്രയും തിരക്കുള്ള ഒരു മനുഷ്യൻ നമുക്ക് ഒരു ഇമ്പോർട്ടൻസ് തരിക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. നമ്മുടെ വിഷമങ്ങളും എല്ലാം നമ്മൾ പടച്ചോനുമായിട്ട് പങ്കുവെക്കും. അപ്പം സിനിമയിലും ആ പടച്ചോന്റെ കൂടെ അഭിനയിക്കാൻ പറ്റും. മമ്മൂക്കയുടെ കൂടെ വർഷത്തിൽ അസ്ലം എന്ന് പറഞ്ഞാൽ നല്ലൊരു കഥാപാത്രമായിരുന്നു. അതാണ് എൻ്റെ ഏറ്റവും നല്ല കഥാപാത്രം. അത് മമ്മൂക്ക 2014 എനിക്കൊരു ഷോർട്ട് ഫിലിമിൽ ഒരു ദേശീയ അംഗീകാരം കിട്ടിയിരുന്നു, മികച്ച നടനാണ്. ആ കണ്ടോ പറഞ്ഞപ്പോഴേക്ക് ആള് വന്നിട്ടുണ്ടോ അവിടെ? അത് സത്യം, ടിവിയിൽ മമ്മൂക്ക വന്നു. അപ്പോൾ ആ അവാർഡ് കിട്ടിയപ്പം എന്നെ ആദ്യം വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തത് മമ്മൂക്കയാണ്. എനിക്ക് നിന്നെ കാണണം എന്ന് പറഞ്ഞ് ഞാൻ എറണാകുളത്ത് വന്ന് മമ്മൂക്കയെ കാണുന്നു. മമ്മൂക്ക എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നീ ഒരു കൊമേഡിയൻ മാത്രമാണെന്ന് ഞാൻ വിചാരിച്ചത്, നീ ഒന്ന് സീരിയസ് നടനാണ്. നീ എനിക്ക് ഒരുപാട് നല്ല സീരിയസ് വേഷങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, അതിൽ കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമയിൽ എനിക്കൊരു വേഷം ഉണ്ടെന്ന് പറഞ്ഞു. ആ വേഷമാണ് വർഷത്തിലെ അസ്ലം.